പയ്യന്നൂരടുത്തുള്ള കോറത്തെ പുല്ലേരി വാദ്യാർ ഇല്ലത്താണ് ഇപ്പം നമ്മളുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഇല്ലം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഇല്ലത്തിൽപ്പെട്ടതാണ്. പല പ്രമുഖരും ഇവിടെ ഒളിവ് ജീവിതമൊക്കെ നയിച്ചിട്ടാണ് പറയപ്പെടുന്നത്. AKG അടക്കമുള്ള പഴയ സ്വാതന്ത്ര്യ സമര കാലത്തിൽ പങ്കെടുത്ത, ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ഈ ഇല്ലത്തിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന പലരും ഈ ഇല്ലവുമായി ബന്ധപ്പെട്ടിട്ടാണ് താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഇല്ലത്തിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ രവീന്ദ്രൻ മാഷ് ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹവുമായിട്ട് ഈ ഇല്ലത്തെ ചുറ്റിക്കിടന്ന് കാണാം. കുറച്ച് കാര്യങ്ങൾ മാഷ് ഈ ഇല്ലത്തെ കുറിച്ച് പറയും. ഇപ്പോൾ ഇല്ലത്ത് തറവാട്ടിലിപ്പോൾ താമസിക്കുന്നത് ഞാനും ഭാര്യയും മക്കളുമാണ്. മറ്റെൻ്റെ അനുജന്മാരോ എല്ലാവരും തന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്ത് നിൽക്കുകയാണ്. ഇല്ലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു അഞ്ചാമരയുണ്ട്. അഞ്ചാമരയിൽ ഇളയച്ചനായിരുന്നു താമസിച്ചത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മഠം, അവിടെ വില്ലച്ചനും താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ പേരിലായിരുന്നു ഇല്ലം എന്നുള്ള നിലക്ക് ഉണ്ടായിരുന്നത്. ഈ ഇല്ലം ശരിക്കും പറഞ്ഞാൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തന്നെ കുറേ കുടുംബങ്ങൾ വടക്കുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് കുറേ കുടുംബങ്ങൾ തെക്കോട്ടും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പടയോട്ടമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നില്ല. പുല്ലൂരിൽ നിന്നാണ് ഈ തറവാട്ടിലുള്ളവർ ഇങ്ങോട്ട് വന്നതെന്നും അതിന് മുമ്പ് ഇവിടെ ഒരു ചെറുകുടൽ ഇല്ലം ഉണ്ടായിരുന്നു. ഈ ചെറുകുടൽ ഇല്ലം പിന്നീട് പുല്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള വാദ്യാൻ, അങ്ങനെയാണ് ഈ ഇല്ലത്തിന് പുല്ലേരി വാദ്യാൻ എന്നുള്ള പേര് വന്നത്. പുല്ലേരി വാദ്യാൻ ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയാണ് 1931 ഈ ഇല്ലം നിർമ്മിച്ചത്. അതിനു മുമ്പ് ഒരു പുൽപ്പരയായിരുന്നു എന്നുള്ളതാണ്. 1931 ഇപ്പം ഈ കാണുന്ന ഈ ഇല്ലം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫോട്ടോയിൽ കാണുന്നതാണ് ഈ ഇല്ലം നിർമ്മിച്ച എൻ്റെ മുത്തശ്ശൻ പുല്ലേരി വാദ്യാർ ഇല്ലത്ത് നാരായണ വാദ്യൻ നമ്പൂതിരി. ഇദ്ദേഹം തന്നെയാണ് ഓരോ ദേവി സഹായം UP സ്കൂളും 1925 സ്ഥാപിച്ചത്. നാരായണ വാദ്യൻ നമ്പൂതിരിയുടെ ഭാര്യ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ, അതാണവര്. അതുപോലെ തന്നെ ഇതെൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് PVK നമ്പൂതിരി, കാസർഗോഡ് ബാറിലെ അഭിഭാഷകനായിരുന്നു. മാത്രമല്ല ആ പഴയ കാലത്ത് ഇവിടത്തേക്ക് ധാരാളം കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം വന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ ഇവിടെ ഈ ലക്നൌവിലും അതേപോലെ തന്നെ മദ്രാസ് പച്ചൈപ്രസ് കോളേജിലും എല്ലാം പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ പറയുന്നവരെല്ലാം തന്നെ ഇതിലേക്ക് വരാൻ കാരണം. തൊട്ടടുത്തുള്ളത് എൻ്റെ അമ്മ, പിന്നെ മേലെ അമ്മൻ്റെ പേര് ദേവസേന അന്തർജനം. അതിൻ്റെ തൊട്ട് മേലെ കാണുന്നത് വല്യച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം ആണ് ഇവിടുത്തെ കാരണവരായിട്ട് പിന്നീട് അടുത്ത ജനറേഷനെ കാരണവർ എന്നുള്ള നിൽക്കുന്നത്. പിന്നീട് അദ്ദേഹം മഠത്തിലേക്ക് താമസം മാറിയത്. ഇതെൻ്റെ ഇളയച്ചൻ, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. സിനിമ ഇതിലൂടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇളയച്ചൻ. ഇല്ലത്തിൻ്റെ ഇപ്പം നമ്മൾ ഈ ഇതിനെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് 4 കെട്ട് ഒരു ഇല്ലത്തിൻ്റെ. ഇല്ലത്തിൻ്റെ 4 കെട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇതാണ് ഒരു നടുമിറ്റ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കിടിത്തറ. പഴയ കാലത്ത് നമ്മൾ ഈ മുറജപ്പം പോലെയെല്ലാം ഉണ്ടാകുന്ന സമയത്തോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഈ തെക്കിടിത്തറയിൽ വെച്ചിട്ടാണ്. വേദപഠനവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ള ഒരു തറയാണ് തെക്ക് ഭാഗത്തുള്ള തറ. അതുകൊണ്ടാണ് ഈ തെക്കിടിത്തറ എന്നുള്ള പേര് വന്നത്. ഈ തറവാട്ടുകാരൻ ഇരിക്കുന്ന സ്ഥലം ഇത് തന്നെയാണോ? തറവാട്ടുകാരനൊരു അങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് ഉണ്ടാവില്ലല്ലോ. എങ്കിലും ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു TV ഇതെല്ലാം വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ഇതിലേക്ക് മാറിയതുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു വേദവും കാര്യങ്ങളും ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്ന് ഇരുന്നിട്ടുള്ള ഒരു സാറയും കാര്യങ്ങളിലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗമായിട്ട് വരും. ഇത് നമ്മുടെ നടുമിറ്റം. സാധാരണ ഇല്ലങ്ങളിലെല്ലാം ഉള്ള ഒരു ഇതാണ് നടുമിറ്റം. 4 കെട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരിതാണ്. നടുമിറ്റത്തിൽ സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് വെള്ളം ഇങ്ങോട്ട് വീഴും. ബാക്കി ഓടിൻ്റെ മേലെയുള്ള വെള്ളമെല്ലാം അത് കളക്ട് ചെയ്തിട്ട് ഈ പാത്തി വഴി താഴത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ അത് പുറത്തേക്കൊരു ഓവുണ്ട്, അതിലേക്കൂടെ പുറത്തേക്ക് പോകും. പടിഞ്ഞാറ് ഭാഗത്താണ് കാണുന്നത് നമ്മുടെ പൂജാമുറി. സാധാരണഗതിയിൽ നമ്മുടെ ഈ ഇല്ലങ്ങളുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇതിലിപ്പോൾ പാലക്കാട് ഭാഗത്തുള്ള പല ഇല്ലങ്ങളിലെന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രമാണ് മേലോട്ട് പൊന്തിയിട്ടുണ്ടാവുക.
ഇപ്പോൾ വരിക്കാശ്ശേരി പോലെയുള്ള മനകളിൽ അവിടെ പോയ സമയത്ത് കണ്ടതാണ്. അവിടെ നാലുകെട്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് മേലോട്ട് പൊന്തിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഒരു ഓടിട്ടിട്ടുള്ളതിൽ അതിൽ വലിയ വലുപ്പത്തോട് കൂടിയിട്ടുള്ളത്. ഈ ഏരിയയിലുള്ള ചില ഇല്ലങ്ങൾ 4 ഭാഗവും മേലോട്ട് പൊങ്ങിയിട്ടുള്ളതാണ്. അതിൽ വരുന്ന ഒരില്ലാണ് ഈ പറയുന്ന ഇല്ല. ഇവിടെയും അതേപോലെ തന്നെ ഒറ്റപ്പര മാതിരിയായിട്ട് ഒരു ഭാഗം മാത്രം പൊന്തിയിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മുടെ വടക്ക് ഭാഗത്തും കാണും. പക്ഷെ ഇത് അത്ര 4 ഭാഗവും പൊങ്ങിയിട്ടുള്ള ഇല്ലങ്ങളിൽ പെട്ടാണ്. അത് ഇവിടെയുള്ള ഇപ്പോൾ തൊട്ടടുത്ത് വന്ന കാനായിലുള്ള ഒരു ചേറ്റുവീട്ടിലായി കഴിഞ്ഞാലും അതേമാതിരി തന്നെ ഇപ്പോൾ ബദിരമനയിലുണ്ട്. അങ്ങനെ ചില ഇല്ലങ്ങളുണ്ട്. ആ ഇല്ലങ്ങളൊക്കെ തന്നെ 4 ഭാഗവും പൊങ്ങിയിട്ടുള്ള 4 കെട്ടായിരിക്കും ഉണ്ടാവുക. വളരെ വിശാലമായ ഹാളാണ് ഈ കാണുന്നത്. ഇതൊരു ഹാള് എന്നുള്ള നിലക്കുള്ളതല്ല. പഴയ കാലത്ത് ഹോമും കാര്യങ്ങളെല്ലാം നടക്കല് ഇതാണ്, വെടിക്കണി എന്നാണ് ഇതിന് പറയുക. അപ്പൊ അന്ന് ഇവിടെ ഹോമെല്ലാം ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ഇതിന്റെ മേലെ അങ്ങ് വരെ ഓപ്പൺ ആയിരിക്കും. 4 കെട്ടിന്റെ 4 ഭാഗം കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ പുകയും കാര്യങ്ങളെല്ലാം തന്നെ മേലോട്ട് പോകും. എല്ലാ ദിവസവും ഹോമും ഗണപതി ഹോമം കാര്യങ്ങളുണ്ടാവും. അതിനായിട്ടുള്ളതാണ്. ഇതാണ് ഇല്ലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനമായ ഒരു തുളസിത്തറയാണ്. ഇതിന് മുമ്പിൽ തന്നെ കുളവുണ്ട്. അവിടുന്ന് അംഗശുദ്ധി വരുത്തിയിട്ടാണ് പണ്ടുള്ള തറവാട്ട് കാരണന്മാരൊക്കെ ഈ തുളസിത്തറയെ പൂജിച്ച് ഇട്ടാണ് ഇങ്ങോട്ട് കടന്നു വരാറുള്ളത്. പഴയ കാലത്തെ കൊത്തുപണികളാണ്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ സന്താന ഗോപാലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്താന ഗോപാലം അതാണ് ഇതിൽ. അതിലത്തെ കഥയുടെ എല്ലാ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇത് അനന്തശയനം കൊത്തുപണി തന്നെ. ഇതിന്റെ കാലപ്പഴക്കം ഏകദേശം ഇതെല്ലാം അതേ ഇതിന് 1931 ഈ ഇല്ല കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ്. അത് മാത്രമല്ല ഇതിലെല്ലാം തന്നെ വെച്ചാൽ നാച്ചുറൽ കളറുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എലിയും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റേ കളറിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം കളർ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ചില ഈ വേട്ടാളെയും കൂടുതലും കിട്ടിയിട്ട് അപ്പൊ അത് ഇടക്കൊന്ന് ക്ലീൻ ചെയ്യും. ഇത് പാലാഴി മദനം. പാലാഴി മദനം. അപ്പൊ അതില് പിന്നെ ഒരു ആർട്ടിസ്റ്റിടെ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ എന്താ വെച്ചാല് അതിൽ ഒരു ഭാഗത്ത് അസുരന്മാരും മറ്റൊരു ഭാഗത്ത് ദേവന്മാരും. ഏത് ഭാഗത്താ പുള്ളിങ് കൂടുതൽ നിന്ന് അതിന്റെ മുഖം നോക്കി അറിയാം. ഈ ജനലിനുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പൊ നമ്മള് പെയിന്റ് അടിക്കല് ഇതിപ്പോ ഇതിനകത്ത് ഇരുമ്പും പുറത്ത് പിത്തളേന്റെ കവറിങ് ആണ്. അപ്പൊ ഒരു കാലത്തും ഇത് തുരുമ്പ് പിടിക്കില്ല. ഇതെല്ലാം തന്നെ 1931 ഇത് മാസങ്ങളോളം പണിപ്പെട്ടിട്ടാണ് ഇങ്ങനെ കല്ല് റൗണ്ടിൽ ചെത്തിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ തൂണുകളാക്കി വെച്ചിരിക്കുന്നത്. ഒരു പെയിന്റ് പോലും അടിക്കാതെ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇതിന്. പക്ഷെ അത് പെയിന്റ് പോലും അടിക്കാതെയാണ് ഇത് ഇന്നും നിലനിൽക്കുന്നത്. പഴയ കാലത്ത് ഈ കല്ലെല്ലാം കെട്ടുന്ന സമയത്ത് ഒന്നാമത്തെ കല്ലിന്റെ ലെങ്ത്, പിന്നെ പറഞ്ഞു കെട്ടാൻ എന്താണെന്ന് വെച്ചാൽ പുറ്റുമല്ലും അതുപോലെ തന്നെ ചുണ്ണാമ്പും ശർക്കരയും ഇത് മൂന്നും കൂടെ ഇടിച്ചു ചേർത്തിട്ടുള്ള ആയിരിക്കാം. ഇങ്ങനെ ശർക്കര വെല്ലം എന്നിട്ട് അത് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ 2 കല്ലുകൾ ചെത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു തോർത്ത് കൊണ്ട് വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അനങ്ങാൻ പാടില്ല എന്ന്. അപ്പൊ ആ തരത്തിലാണ്. അപ്പൊ ഇത് പോളിഷോ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അന്നുണ്ടായ അതേ സംഭവം. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ വാർണിഷ് അടിച്ചു എന്നുള്ള ചോദിച്ചാൽ കല്ലിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ കുളമാണ് കാണുന്നില്ലേ. അത് 2 ഭാഗമുണ്ട് ഈ എൻട്രൻസ്. ഒന്ന് സ്ത്രീകൾക്ക് ഉള്ളതും ഒന്ന് പുരുഷന്മാർക്കുള്ളതും. ഈ കാണുന്ന കുളമാണിത്. ഇവിടുന്ന് ഈ മനയുടെ കിഴക്കേ ഭാഗമാണ്, പ്രധാന ഭാഗമാണ്. ഇവിടുന്ന് കുളത്തിൽ നിന്ന് അകത്തേക്ക് വെച്ചിട്ട് നേരെ തുളസി തറ അവിടെ കാണാം. ഇതാണ് മനയുടെ കിഴക്കേ ഭാഗം, പ്രധാന ഭാഗം. ഞാനതിന്റെ
റാന്തൽ വിളക്ക് എനിക്കറിയാം. ആ, അത് അറിയാമല്ലോ, ആ ചരിത്രം ഉണ്ട് ഇത്. അതൊന്ന് സൂം ചെയ്തിട്ട് ഇതാ ഈ ഇല്ലം നിർമ്മിച്ചത് 5/6/1931 സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിപ്പൂര് വലിയ മുത്തശ്ശൻ അദ്ദേഹം വരച്ച പ്ലാനാണെന്നാണ്. ഈ ഭാഗത്ത് മലബാർ ഭാഗത്ത് അദ്ദേഹം ആ സമയത്ത് വന്നിട്ട് വരച്ചിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ ഇല്ലം നിർമ്മിച്ചിരിക്കുന്നതെന്ന്. പേര് കാണിപ്പിയൂര് വലിയ ഒരു മുത്തശ്ശൻ ഉണ്ടാവും ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ. അത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ശേഷം അടുത്ത ജനറേഷനിലുള്ളവര് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇതിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടു എന്നും പറഞ്ഞിട്ട് വന്ന് അന്വേഷിച്ചപ്പോൾ പഴയ ആൾക്കാരോട് ചോദിച്ചപ്പോൾ കാണിപ്പൂർ അദ്ദേഹം വന്നിട്ട് തന്നെയാണ് ഇത് പ്ലാൻ വരച്ചതെന്ന് മനസ്സിലായത്. ഇവിടുത്തെ പഴയ പൂർവികരുടെ പെയിന്റ്സ് ആണ്. ഇവിടുത്തെ ഈ ഇല്ലത്തെ പഴയ പൂർവികരുടെ പെയിന്റിങ്സ് ആണ്. 1920 അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടോ? 1923. 23 ഈ പെയിന്റിങ്സ് ഒക്കെ തന്നെ. ഇതെന്റെ അച്ഛമ്മ ദേവകി അന്തർജനം. 1923 എല്ലാം 23 വരച്ചിട്ടുള്ളത് ആ സമയത്ത്. ഇതെന്താ ഒരു മെഗാഫോൺ പോലത്തെ സാധനം കാണുന്നത്? ഇപ്പത്തെയാണ് ഇത് സാധാരണ ഇല്ലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഭസ്മക്കൊട്ടയാണ്. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പൂജയ്ക്ക് മുമ്പായിട്ട് അതിൽ ഭസ്മം എടുക്കുന്നു. ആ ഭസ്മമാണ് ഇതിലുള്ള. അപ്പോൾ ഭസ്മക്കൊട്ട എന്നാണ് ഇതിന് പറയുക. കുളി കാര്യങ്ങളിൽ വന്നിട്ട് പൂജാ കാര്യങ്ങളെല്ലാം ആ സമയത്ത് ചന്ദനം തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചന്ദന കട്ട എടുത്തിട്ട് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അമ്പലങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവും, ഇല്ലങ്ങളിലും എല്ലാം ഉണ്ടാവും. അപ്പം ഇതിന് ചാണാന്നാണ് ഈ ഇതിന് പറയുക. ഇതിപ്പോ ഉപയോഗത്തിലുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലേ. നമ്മൾ പൂജയുടെ ആവശ്യമാവുന്ന സമയത്ത് അതിന് വേണ്ട ചന്ദനെല്ലാം തയ്ച്ച്. ഇത് പഴയ കാലത്ത് മാങ്ങ ഉപ്പിലിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭരണിയാണ്. കായമാങ്ങ ഇതെല്ലാം തന്നെ വെറും ഉപ്പും മാങ്ങയും മാത്രമായിട്ട് എടുത്ത് ഇതാക്കുന്നത്. അപ്പം അതിൻ്റെ വിവിധ തരത്തിലുള്ള ഭരണികൾ ഉപ്പിലിടുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇത് അന്നത്തെ ആഭരണ പെട്ടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ സാധനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷെ പഴയ ആഭരണ പെട്ടി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് പണം വെക്കുന്ന പെട്ടിയാണ് താഴത്തുള്ള. ഇത് അന്നത്തെ കാലത്തുള്ള പഠിക്കുന്നതാണ്. ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിന് കാശ് ഇതെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പഴയ മെതിയടി, ഇസ്തിരിപ്പെട്ടി തൊട്ടപ്പുറത്തെ മെതിയടിയുണ്ട്. പിന്നെ ഇപ്പോൾ അന്യം വന്നും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉപയോഗിച്ച പറയും. ഈ കാണുന്ന ചെമ്പ് കൊണ്ടുള്ള പൈപ്പാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് വെള്ളം, ഊടിന്റെ മുകളിലുള്ള വെള്ളം അത് മൊത്തം ശേഖരിച്ചിട്ട് ഈ പൈപ്പ് വഴി ഈ ഓവുചാലിലേക്ക് വിടുന്ന ഒരു സിസ്റ്റമാണ്. അത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി പെയ്ത്ത് വെള്ളം എന്ന് പറയുന്നത് നേരെ മുകളിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ബാക്കി ഈ ഈ ഈ ഈ ചെമ്പിന്റെ ഈ കുഴലിലൂടെ ഇതിലെ വന്ന് ഓടയിലേക്ക് വിടുന്നത്. ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇത് സാധാരണഗതിയിൽ പിന്നെ സ്ത്രീകളൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു വാൽക്കണ്ണാടി ഉണ്ടാവും. അപ്പം അതിൻ്റെ ശരിക്കും ഒറിജിനൽ വാൽക്കണ്ണാടിയായത് ആറന്മുള കണ്ണാടി എന്നുള്ള നിലക്ക്. അപ്പൊ അതിനൊരു ഷേപ്പ് എല്ലാം ഉണ്ടാവുക. ഈ കണ്ണാടിയിൽ ഇപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ നല്ല കാലപ്പഴക്കമുള്ള കണ്ണാടി. ഇത് കുറച്ച് കാലപ്പഴക്കം ഉണ്ടാവും. എന്നാലും നേരത്തെ പറഞ്ഞ ഇല്ലത്തിന്റെ കുഴപ്പമൊന്നുമില്ല. ഇത് താളിയോല ധാരാളം താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ചില ഞാൻ ചോദിക്കട്ടെ കുറച്ച്, എന്നിട്ട് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്തേട്ടെ. അത് പുറത്ത് നിന്നിട്ട് വേണം. ഈ ഇല്ലത്ത് ഈ ഇല്ലം കാണാൻ വേണ്ടി ആൾക്കാരെങ്കിലും വരാനുണ്ടോ? ഉണ്ട്, സാധാരണ വരാറുണ്ട്. അപ്പൊ ഇതില് കുട്ടികളെന്ന് വെച്ചാല് പിന്നെ പഴയ കാലത്തല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധം ഇല്ലത്തിനുണ്ടായതുകൊണ്ട് എൻ്റെ അച്ഛമ്മ തന്നെ ആ സമയത്ത് എ വി ചിണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ജാതി പറയാൻ പാടില്ലെങ്കിലും അന്ന് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം പഠിപ്പുരേൻ്റെ പുറത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ.
ഇങ്ങോട്ടകത്ത് ഈ ഭാഗത്തേക്കേ വരാൻ പാടില്ല. നിങ്ങൾ ആദ്യം കണ്ട പഠിപ്പര തന്നെ. പക്ഷേ അദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് വണ്ണാഞ്ചിരിന് രാത്രിയാവുന്ന സമയത്ത് ഇവിടെ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് അവിടെ എത്തി കഴിഞ്ഞിട്ട് അച്ഛമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇവിടുത്തെ നെയ്തിച്ചോളം വെച്ചിട്ടുണ്ടാവും. അത് വണ്ണാഞ്ചിരിന് കൊടുക്കും. അങ്ങനെ വണ്ണാഞ്ചിരൻ അത് കഴിച്ചിട്ട് പോകുന്നത്. അപ്പം അന്ന് മുതലേ എന്താണെന്ന് വെച്ചാൽ ജാതി വ്യത്യാസം, മതത്തിനെക്കാളും വെച്ചാൽ ജാതി ഭയങ്കരമായിട്ടുള്ള ആ സമയത്ത് ഒരു ജാതി വ്യത്യാസമില്ല. വണ്ണാഞ്ചിരന് പോലും അഭയം നൽകിയ ഒരു ഇല്ലെന്ന്. ഇവിടെ ഇപ്പം നേരത്തെ ചോദിച്ച AKG ഇവിടെ ഒളിവുണ്ടായിരുന്നു, EK നായനാറുണ്ടായിരുന്നു, CH കണാരനുണ്ടായിരുന്നു, അതേപോലെ തന്നെ AV ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അവസാനം ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടി കോയിനാട്ടിനടക്കം ഇവിടെ അടുത്ത ഇതില് ഗോവിന്ദേട്ടനടക്കം അവസാനത്തെ ഒരു സമയത്ത് അടുത്ത കാലത്തുള്ളതിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ കർഷക സമരമൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തന്നെയാണ്. ആ സമയത്ത് പിന്നെ ഈ ഇല്ല ഒരു അത്താണി. അത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ അന്ന് പച്ചാപ്പസ് കോളേജിൽ പഠിക്കാന്ന് മദ്രാസിൽ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഇത് വരുന്നത്. അപ്പൊ അച്ഛൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നതാണ് ഇപ്പം നമ്മളെ രഘുനാഥ റെഡ്ഡി, KR ഗണേഷ്, ഇവർക്ക് ആ സമയത്ത് ഡോക്ടർ PKR വരെ എല്ലാം അവിടെ ഒരു പിന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ട്, MSO എന്നുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളെ KP രാഘവപ്പത്താള് ഇവരുടെ ജൂനിയറായിട്ട് തലപ്പുറം MLA അവരൊക്കെ അന്നേരം പച്ചപ്പസ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു അവിടെ അതിങ്ങനെ നടക്കുന്ന സമയത്താണ് നാട്ടിൽ കർഷക സമരം നടക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കേണ്ടത് കർഷകരുടെ ഒന്നിച്ചാണെന്നുള്ളവർക്ക് അതുമായിട്ടുള്ള അതാണ് വേണ്ടത് എന്നുള്ള നിലയിലേക്ക്. അങ്ങനെയാണ് ഇവിടെ ഏത് വരുന്നത് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഇതിലേക്ക്. നിങ്ങൾക്ക് വല്ല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്കല്ല, നമ്മളിപ്പം ഇവിടെ ഇപ്പൊ അച്ഛമ്മയായി കഴിഞ്ഞാൽ പോലീസ് മർദ്ദനം എന്നുള്ളതൊക്കെ 2-3 പ്രാവശ്യം ഇപ്പൊ ഇവിടെ റെയ്ഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തല്ല അച്ഛൻ അവിടെ പഠിക്കാന്ന് വെച്ചാല് ലക്നൌവിലും ഇവിടെ എല്ലായിട്ട് മദ്രാസിലും പഠിക്കാന്ന് ഇടയ്ക്കെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. പിന്നെ കാസർഗോഡാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായത്. അപ്പൊ ആ സമയത്ത് വില്ലച്ചനും ഇളയച്ചനും ആയിരുന്നു ഇവിടെ നിന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ കമ്മ്യൂണിസ്റ്റ് ആ സൗഹാർദ്ദം ഇപ്പോഴും പാർട്ടിയായിട്ടുള്ള സൗഹാർദ്ദം കാര്യങ്ങളെല്ലാം തുറന്നുകൊണ്ട് ഇപ്പോഴും പോകുന്നുണ്ട്. അതിപ്പോൾ ഉണ്ണീഷ്ണൻ നമ്പൂതിരി ആയി കഴിഞ്ഞാൽ മൂത്ത ഏട്ടനായിട്ടുള്ള വാസുദേവൻ നമ്പൂതിരി എല്ലാം ഈ പാർട്ടിയുടെ സഹയാത്ര എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഉണ്ടായത്. ഇത് രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ 2-3 പെയിൻറ്റിങ്സ് ഇതുപോലെയുള്ളതുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ രവിവർമ്മക്ക് തന്നെ സ്വന്തമായിട്ട് നാസിക്കിലൊരു പ്രസ് ഉണ്ടായിരുന്നു എന്നും ആ പ്രസ്സിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പ്രിന്റ് കോപ്പിയാണ് ഇത്. ഇപ്പഴും ഉണ്ടല്ലോ അതുപോലെ ഉണ്ട്. ഇത് പഴയ തറവാടുകളിൽ പലപ്പോഴും കാണാം. ഇത് 1900 ഇതിൽ ഡേറ്റ് ഉണ്ടോ? രവിവർമ്മ ചിത്രം. രവിവർമ്മ അയാളുടെ പ്രസിന്റെ പേരിലുണ്ട്. അപ്പോൾ പുല്ലേരി ഇല്ലത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളോട് ഇതുവരെ പങ്കുവച്ചത്. ഇല്ലത്തിലെ മാഷും ഇതൊക്കെ അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ ഇല്ലത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഇല്ലത്ത് എത്തിച്ചേരാൻ കഴിയും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തികച്ചും ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ ഇല്ലത്തേക്ക്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയാൽ അവിടുന്ന് പയ്യന്നൂർ ടൗൺ കഴിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഇല്ലത്ത് എത്തിച്ചേരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.